ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ നല്ലപോലെ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കാണും. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ചാപ്റ്ററിലേക്ക് വരിക. കാരണം നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ഫ്രം ദ ബിഗിനിങ് ആണ് പഠിക്കുന്നത്. സോ PSC പഠിക്കുന്നവരാണെങ്കിലും KS പഠിക്കുന്നവരാണെങ്കിലും ആ ഒരു സ്റ്റാർട്ടിങ് ഇല്ലാതെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് വന്നിട്ട് കാര്യമില്ല. സോ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു അടുത്ത ചാപ്റ്ററിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ക്ലാസ്സുകൾ കാണുക. കാരണം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്കാണെങ്കിലും കുറച്ച് വായിക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഡ്യൂട്ടി. ബാക്കിയെല്ലാം എഫേർട്ട് നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പഠിച്ചു നിർത്തി? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരെ നിന്നു അല്ലേ? ആക്ടുകൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം എന്താണ്, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിക്കോളൂ എന്നുള്ള ആ ഒരു അനുമതി വരെ നമ്മൾ എത്തി നിന്നു. ബാക്കി കഥ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇവിടെയാണ് ഈ ഒരു ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, അത് നിങ്ങൾക്ക് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്തുനിന്ന് ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, കാരണം ഓരോ ലീഡേഴ്സിൻ്റെയും ഓരോ കമ്മിറ്റീസിൻ്റെയും കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ 2 കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിവിഷൻ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം റിവിഷൻ ചെയ്ത് നല്ലതുപോലെ പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം ചാപ്റ്റർ 3യിലേക്ക് പോകുക. ഓക്കെ, റിവിഷൻ ക്ലാസ്സിൽ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ സെക്ഷൻ എന്താണ്? ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നതിന് ഒരു ഡിമാൻഡ് വരുന്നു. ആരാണ് ഡിമാൻഡ് വെച്ചത്, ഏതൊക്കെ വർഷമാണ് എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാനത് വായിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പോലെ പറഞ്ഞുതരാം. അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. പിന്നീട് നിങ്ങൾ മറക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വർഷവും ആ പേരുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയി ആണ്. ഓക്കെ, MN റോയി ആണ് എന്ത് ചെയ്തത്? ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ചോദിക്കാം, ഏത് വർഷമാണ് MN റോയി ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്? ആദ്യം 1934 ഓക്കെ, ക്ലിയർ ആയല്ലോ? ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തു. 1934 MN റോയി ആണ് ഒരു ആ ഒരു പോയിന്റ് ഇട്ടിട്ട് CA എന്നിട്ടാൽ മതി. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കിട്ടുക. ആദ്യമായിട്ട് അത് വേണമെന്നുള്ളൊരു ഇത് സജഷൻ വന്നത് ആരുടെ സൈഡിൽ നിന്നാണ്? MN റോയിൽ നിന്ന് ആ ഒരു ഐഡിയ വന്നത്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ള ആ ഒരു ഐഡിയ വരുന്നത്. ഓക്കെ, രണ്ടാമത് തൊട്ടടുത്ത വർഷം അതായത് 1935 ആയപ്പോഴത്തേക്കും എന്താണ് ഒഫീഷ്യലി ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വേണമെന്ന് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ആ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു. ഓക്കെ, എന്താ പറയുന്നത്? In 1935, the Indian National Congress for the first time officially demanded a constituent assembly to frame the Constitution of India. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വേണമെന്നുള്ള ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഏത് വർഷമാണ്? 1935. ഇതേത് വർഷമാണ്? 1934. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ 2 പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. അടുത്ത് നോക്കുന്നത് അതിനുശേഷം 35 കഴിഞ്ഞ് ഇവരെല്ലാം ഡിമാൻഡ് ചെയ്ത് കുറേയൊക്കെ കഴിഞ്ഞു, അവരാരും ഒന്നും അനങ്ങുന്നില്ല. അതിനുശേഷം ഒരു 1938 ആയപ്പോഴത്തേക്കും
മറ്റേ ആൾ എപ്പോഴാണ് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 35 36 കഴിഞ്ഞു, 37 കഴിഞ്ഞു, 38 ആയപ്പോഴത്തേക്കും ആര് പറയുന്നു? ജവഹർലാൽ നെഹ്റു വന്ന് പറയുന്നു. അത് INCയുടെ ആ ഒരു സൈഡിൽ നിന്നുകൊണ്ടാണ് INCയുടെ ആ ഒരു ആ ഒരു ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നു എന്താണ്? ഇന്ത്യൻ നാഷണൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പുറത്തു നിന്നുള്ള ഒരു കോൺഫ്ലുവൻസ് ഇല്ലാതെ തന്നെ, ഒരു ഇൻ്റർഫറൻസ് ഇല്ലാതെ തന്നെ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ആ ഒരു മുതിർന്ന പൗരന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആര് വന്നു പറയുന്നു? ജവഹർലാൽ നെഹ്റു വന്നു പറയുന്നു. ഓക്കെ, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ഡിമാൻഡ് 1900, നമ്മൾ ഓഗസ്റ്റ് ഓഫർ അറിയാമോ? 1940 ഓഗസ്റ്റ് ഓഫർ എന്തായിരുന്നു? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് 1939 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ ഒരു ഓഗസ്റ്റ് ഓഫർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോയിൻറ്റ്സ് അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യുക, ബാക്കിയുള്ളവർ കേട്ടിരിക്കുക. അങ്ങനെ 1940 ഓഗസ്റ്റ് 8-ാം തീയതി എന്തു ചെയ്യുന്നു? ഒരു ഓഗസ്റ്റ് ഓഫർ ആര് പ്രഖ്യാപിക്കുന്നു? ലിൻ ലിത്ഗോ പ്രഭു പ്രഖ്യാപിക്കുന്നു. ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു പ്രഖ്യാപിക്കുന്നു. എന്നാണ് 1940 ഓഗസ്റ്റ് 8. അതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുതിയ രാജ്യ പദവി, അതായത് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസും പ്രാതിനിധ്യം സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും ബ്രിട്ടീഷുകാർ നൽകുന്നു. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ പ്രകാരം കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നൽകുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ പക്ഷേ എതിർത്തു. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഓക്കെ, അതാണ് ഓഗസ്റ്റ് ഓഫർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ എന്തു ചെയ്യുന്നു? ഈ ഓഗസ്റ്റ് ഓഫർ അവർ 1940 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1942 ആയപ്പോഴത്തേക്കും ആര് വരുന്നു? സർ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വരുന്നു. അല്ലെങ്കിൽ സർ സ്റ്റഫോർഡ് ക്രിപ്സ് എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പം ഇന്ത്യയിലേക്ക് വന്നത് വെറുതെ അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലും ഉണ്ട്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലും കൊണ്ടാണ് ആര് വരുന്നത്? സ്റ്റഫോർഡ് ക്രിപ്സ് വരുന്നത്. ഓക്കെ, സ്റ്റഫോർഡ് ക്രിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ. സ്റ്റഫോർഡ് ക്രിപ്സ് വരുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റഫോർഡ് ക്രിപ്സ് കൊണ്ടുവന്ന ഈ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ മുസ്ലിം ലീഗിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു? അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്യുന്നു. ആ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നു. എന്താണ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കണമായിരുന്നു. അതായത് ഇന്ത്യയെ 2 സെക്ഷൻസ്, ഇന്ത്യക്ക് 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് രണ്ടായിട്ട് വിഭജിച്ച് ആ ഒരു മുസ്ലിങ്ങളുടെ അവർക്ക് കൂടുതൽ മെജോറിറ്റി ഉള്ളവർ എന്ത് ചെയ്യുക? മുസ്ലിം രാഷ്ട്രമാകുക, ബാക്കിയുള്ളവർ ഇന്ത്യൻ രാഷ്ട്രമാകുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു? ഈ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ ഈ ഒരു പ്രപ്പോസൽ അവർ നിരസിക്കുന്നു. ഓക്കെ, അവർക്ക് എന്തായിരുന്നു ആവശ്യം? 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നായിരുന്നു ആവശ്യം. അങ്ങനെ സ്റ്റഫോർഡ് ക്രിപ്സ് തിരിച്ചുപോയി. അതിനുശേഷം എന്ത് വരുന്നു? ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഇവരുടെ ഈ മുസ്ലിം ലീഗിൻ്റെ ഐഡിയ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അവർക്ക് അത് സമ്മതിക്കാൻ താല്പര്യമില്ലായിരുന്നു. പകരം എന്ത് ചെയ്തു? ഒരു സ്കീം അവരുടെ മുന്നിലോട്ട് വെച്ചു. ഓക്കെ, ആ ഒരു സ്കീം മുസ്ലിം ലീഗ് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അവർ ആ ഒരു സ്കീം മുസ്ലിം ലീഗ് കുറച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എന്ത് വരുന്നു? ഒരു സ്കീം വരുന്നു. അത് കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അതെന്ത് വരുന്നു? പ്രാബല്യത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, 1934 എന്ത് വരുന്നു? M.N. റോയി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് പറയുന്നു. 1935 എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന്. അങ്ങനെ 1938 ആയപ്പോഴത്തേക്കും എന്താണ്? ജവഹർലാൽ നെഹ്റു ഓൺ ദ ബിഹാഫ് ഓഫ് INC ഡിക്ലെയർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആരാണിത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫറൻസ് ബൈ എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്.
അങ്ങനെ 1940 ഓഗസ്റ്റ് ഓഫർ പ്രകാരം 1942 ആയപ്പോഴത്തേക്കും സ്റ്റഫോർഡ് ക്രിപ്സ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ക്യാബിനറ്റിൽ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട്, എന്തിനു വേണ്ടുന്ന ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേൾഡ് വാർ 2 ശേഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രപ്പോസലും കൊണ്ടുവരുന്നു. ഈ പ്രപ്പോസലിനെ ആര് റിജക്റ്റ് ചെയ്യുന്നു? മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്യുന്നു. അവർക്ക് എന്തായിരുന്നു ആവശ്യം? അവർക്ക് ഇന്ത്യ ടു ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഓട്ടോണമസ് സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റുകളാക്കണമായിരുന്നു. എന്താണ്? 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും വേണമായിരുന്നു. അങ്ങനെ ഫൈനലി എന്താണ്? ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. വൈൽ ഇറ്റ് റിജക്ട് ദ ഐഡിയ, ഈ 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്താണ്? ഒരു സ്കീം മുന്നോട്ട് വെക്കുന്നു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിച്ച് മോർ ഓർ ലെസ് സാറ്റിസ്ഫൈഡ് ബൈ ദ മുസ്ലിം ലീഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണല്ലോ ആദ്യത്തെ ആ ഒരു സെക്ഷൻ. ഇത് ക്ലിയർ ആയല്ലോ? ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സോ നിങ്ങൾ ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. എന്താണ് അടുത്ത സെക്ഷൻ? കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ ആ ഒരു സ്കീം അനുസരിച്ച് നവംബർ 1946 എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാകുന്നു. ഓക്കെ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായി. ഓക്കെ, അവിടെ വരെ മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെയാണ് ആ ഒരു സ്കീമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ഇപ്പോൾ നമ്പേഴ്സ് പറഞ്ഞാൽ പോലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അത് ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഒരു അല്ലാതെ ഇത് വായിച്ചു നോക്കുക, അതുപോലെ തന്നെ ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തപ്പോൾ അതിനകത്ത് മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്പർ ഓർത്തല്ലോ, 389 389 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ടോട്ടൽ സ്ട്രെങ്ത് ആണ്. ഇനി ഇതിനകത്ത് ഈ 381 നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് 296 ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? 296 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിട്ട് 93 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു 389 എന്ന് പറയുന്ന ഒരു ടോട്ടൽ സ്ട്രെങ്തിൽ എത്തിയത്. ഓക്കെ, മനസ്സിലായല്ലോ? 296ഉം 93യും ചേരുമ്പോൾ എത്രയായി? 389 ആയി. അപ്പോൾ കഥ ഇവിടെ തീർന്നില്ല. ഈ 93 നാട്ടുരാജ്യങ്ങൾ അതേപോലെ നിൽക്കുകയാണ്. പക്ഷേ ഈ 296നെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ്? ഒന്ന് 292, ഒന്ന് 4. ഓക്കെ, 292 എന്നും 4 എന്നും. എന്താണിത്? 292 മെമ്പേഴ്സ്, ഈ 296 മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഓക്കെ, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആകുമ്പോൾ ഒത്തിരി മേഖലകളുണ്ട്. അതിൽ 292 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 11 ഗവർണർമാരുടെ പ്രവിശ്യകളുണ്ടായിരുന്നു. ഗവർണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുണ്ടായിരുന്നു 11 എണ്ണം. അതിൽ നിന്നാണ് ഈ ഒരു 292 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി 4 ചീഫ് കമ്മീഷണേഴ്സ് ഭരിക്കുന്ന പ്രവിശ്യകളുണ്ടായിരുന്നു. അതാണ് ആ 4 ചീഫ് കമ്മീഷണർ പ്രൊവിൻസുകളിൽ നിന്നായിട്ട് 4 പേര്, ഓരോ പ്രൊവിൻസിൽ നിന്നും ഓരോരുത്തർ വീതം, അതായത് മൊത്തത്തിൽ 4 പേരെ അവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം മൊത്തത്തിൽ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 മെമ്പേഴ്സാണ് ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പേര് എവിടെ നിന്നാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഇനി ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള 296 പേരിൽ 292 പേരും എവിടെ നിന്നാണ്? 11 ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നും 4 പേര് എന്താണ്? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. വായിച്ചു നോക്കൂ. The total strength of the Constituent Assembly was to be 389. ടോട്ടൽ സ്ട്രെങ്ത് 389 ആണ്. അതിനകത്ത് 296 എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നാണ്. 93 സീറ്റ് എവിടെയാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ 296ൽ 292 മെമ്പേഴ്സ് എവിടെ നിന്നാണ്? 11 ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നാണ്. 4 പേര് എവിടെ നിന്നാണ്? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിൽ നിന്നാണ്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ, എങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. എന്താണ് പറയുന്നത്?
ഓരോ പ്രവിശ്യകളും രാജഭരണ പ്രദേശങ്ങളിലെയും സീറ്റ് അലോട്ട് ചെയ്തത് അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതാ പറയുന്നത് ഈച്ച് പ്രൊവിൻസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എന്താകാം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ് ആകാം ചെറിയ സ്റ്റേറ്റിൻ്റെ കേസിൽ. ഓക്കെ, അതിനകത്ത് എത്രമാത്രം സീറ്റ് അലോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു എത്ര നമ്പേഴ്സ് സീറ്റ്സ് വരും എന്നുള്ളത് അവിടുത്തെ പോപ്പുലേഷൻ്റെ ആ ഒരു പ്രപ്പോർഷൻ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പം റഫ്ലി പറയുകയാണെങ്കിൽ ഓരോ മില്യൺ പോപ്പുലേഷനും ഒറ്റ സീറ്റ് വീതം, ആ ഒരു രീതിക്കായിരുന്നു അവിടെ ഒരു പ്രപ്പോർഷൻ. അതായത് അത്ര മില്യൺ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല, ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഈ ഓരോ പ്രൊവിൻസുകളിൽ നിന്നും ഓരോ നാട്ടുരാജ്യങ്ങളിൽ പ്രദേശത്തിലെയും എത്രമാത്രം സീറ്റ് വരുന്നു എന്നുള്ളത് കണക്കാക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഈ ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്ന് നമ്മൾ എത്ര പേരുണ്ട്? 296 പേര് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം ഈ 296 പേരിൽ സെലക്ട് ചെയ്യുന്നത് 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചാണ്. ഓക്കെ, 3 സെക്ഷൻസ് ആയിട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് സെക്ഷൻസ്? ഒന്ന് മുസ്ലിംസ്, ഒന്ന് സിഖ്, ഒന്ന് ജനറൽ എന്ന് പറഞ്ഞ് ഈ ഒരു ബ്രിട്ടീഷ് പ്രൊവിൻസസിലെ 3 തിരിച്ചു. ഓക്കെ, ആ ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിഖും മുസ്ലിമും അല്ലാത്തവരായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ സീറ്റും അലോക്കേറ്റ് ചെയ്യുന്നത്. ഓരോ ബ്രിട്ടീഷ് പ്രൊവിൻസസിലും അലോക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു മുസ്ലിംസിൻ്റെയും സിഖ്സിൻ്റെയും അതുപോലെ ജനറൽ ആ ഒരു കാറ്റഗറിയുടെ ആ ഒരു കമ്മ്യൂണിറ്റി അനുസരിച്ചായിരിക്കും, അവരുടെ ആ ഒരു പ്രപ്പോർഷൻ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചായിരിക്കും എത്രമാത്രം സീറ്റ് വേണം എന്നുള്ളത് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി എന്താണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്? ഓരോ കമ്മ്യൂണിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ എവിടെ കാണും? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണും. ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇവിടെ പറയേണ്ട കാര്യമില്ല. സോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എവിടെ കാണും? ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണും. ആ മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവർക്കിടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ വോട്ടിംഗ് നടക്കുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെ ഒറ്റ കൈമാറ്റ വോട്ട് വഴിയാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഓക്കെ, അതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി എന്താണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്? The representative of the princely states were to be nominated by the heads of the princely state. നാട്ടുരാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ആരാ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആരാ നോമിനേറ്റ് ചെയ്യുന്നത്? ആ നാട്ടുരാജ്യത്തിലെ ആ ഒരു പ്രധാനിയായിരിക്കും എന്ത് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എലക്ഷൻ അല്ല, അവിടെ നോമിനേഷനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സ്കീമിൻ്റെ പ്രധാന ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് പകുതി എലക്റ്റഡ് മെമ്പേഴ്സും പകുതി നോമിനേറ്റഡ് മെമ്പേഴ്സും ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സിനെ ഇൻഡയറക്റ്റ്ലി എലക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി എലക്ട് ചെയ്തതാണോ? അല്ല അല്ലേ? ആ ഒരു അസംബ്ലിയിലുള്ള വ്യക്തികൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെ എലക്ട് ചെയ്തതാണ്. സോ ഒരു ഇൻഡയറക്റ്റ് എലക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം പ്രൊവിൻഷ്യൽ ആ ഒരു അസംബ്ലിയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ഹൂസ് ദംസെൽസ് വെർ എലക്റ്റഡ് ആസ് എ ലിമിറ്റഡ് ഫ്രാഞ്ചൈസ്, ഒരു ചെറിയ ഒരു ഫ്രാഞ്ചൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെറിയ ആ ഒരു ഫ്രാഞ്ചൈസിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ എലക്ട് ചെയ്യുന്നത്. അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള മെമ്പേഴ്സിനും എലക്ട് ചെയ്തത്. അവിടെ ഒരു പോയിൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള എലക്ഷൻ നടക്കുന്നത്, അതായത് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കേസിൽ 296 സീറ്റുകളിലേക്കുള്ള ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസസിലെ എലക്ഷൻ നടക്കുന്നത് എന്നാണ്? ജൂലൈ ഓഗസ്റ്റ് 1946 ജൂലൈ ഓഗസ്റ്റ് കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ എലക്ഷൻ നടക്കുന്നു. എലക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, നമ്മളുടെ INCക്ക് 208 സീറ്റുകൾ ലഭിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സീറ്റുകൾ ലഭിച്ചു INCക്ക്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും 208 സീറ്റുകൾ ലഭിച്ചു. ഓക്കെ, മുസ്ലിം ലീഗിന് എത്ര സീറ്റ് ലഭിച്ചു? 73 സീറ്റ് ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക, എഴുതി വെക്കുക. 73 സീറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ അല്ലറ ചില്ലറ സ്മോൾ ഗ്രൂപ്പ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം കൂടെ എത്ര സീറ്റ് ലഭിച്ചു? 15 സീറ്റും ലഭിച്ചു. ഓക്കെ, അപ്പം INCക്ക് 208,
മുസ്ലിം ലീഗിന് 73, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് എത്രയാണ് 15 സീറ്റും ലഭിച്ചു. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ 296, 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സുമാണ്. പക്ഷേ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള 93 സീറ്റും എന്താണ്, ഫില്ലായില്ല. കാരണം എന്താണ്, അവർ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും മാറി നിന്നു. ഓക്കെ, കഥ ഇവിടെ തീരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു, നോട്ട് ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആൾക്കാരെ ഡയറക്റ്റ് സെലക്ട് ചെയ്ത പീപ്പിൾസ് അല്ല ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ളത്. എന്താണ്, ഇന്ത്യ ഓൺ ദ ബേസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്, എന്താ മുതിർന്ന പൗരന്മാരുടെ അത് വെച്ചിട്ട് ഇലക്ഷൻ നടന്നല്ല കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ആൾക്കാർ കയറിയത്. ദ അസംബ്ലി കംപ്രമൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷൻസിൽ നിന്നും, അതായത് ഹിന്ദുസ്, മുസ്ലിംസ്, സിഖ്, പാർസിസ്, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, SC ST ഇൻക്ലൂഡിങ് വുമൻസ്, എല്ലാവരും തന്നെ എന്തിനകത്തുണ്ടായിരുന്നു, ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ദ അസംബ്ലി ഇൻക്ലൂഡഡ് ഓൾ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത പോയിൻ്റാണ് പറയുന്നത്. എന്താണ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരും എവിടെ ഉണ്ടായിരുന്നു, ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. നമ്മളുടെ ജവഹർലാൽ നെഹ്റു, പിന്നെ എന്താണ് BR അംബേദ്കർ, അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ ഒത്തിരി പേര് ആ ഒരു അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആര് മാത്രം ഇല്ലായിരുന്നു, നമ്മുടെ മഹാത്മാഗാന്ധി മാത്രം ഇല്ലായിരുന്നു. അപ്പം കഴിഞ്ഞൊരു എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇല്ലാതിരുന്ന വ്യക്തി ഏതാണ്. അതിനകത്ത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല, ചിലവർ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും പേരുണ്ടെങ്കിൽ അതായിരിക്കും എഴുതി വെക്കുന്നത്. പക്ഷേ എന്തില്ല, മഹാത്മാഗാന്ധി നമ്മളുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇല്ലായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ എത്തിയത് നമ്മൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായി, അതിൻ്റെ ഇലക്ഷൻ നടന്നു, കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. ഇനി എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താണെന്ന് ഇനി അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വന്നു അല്ലേ, അതിനുശേഷം അവരുടെ ആദ്യത്തെ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്ത് എന്നാണെന്ന് ചോദിക്കാം. എന്നാണ്, 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്തു ചെയ്തു, മുസ്ലിം ലീഗ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. കാരണം എന്താണ്, അവർക്ക് സെപ്പറേറ്റ് ഒരു ഒരു പാകിസ്ഥാൻ വേണമെന്നുള്ള ആ ഒരു രീതി കൊണ്ട് അവരെന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല. ഓക്കെ, അങ്ങനെ മീറ്റിംഗ് എത്ര മെമ്പേഴ്സ് പങ്കെടുത്തു എന്ന് ചോദിക്കാം. എത്ര മെമ്പേഴ്സാണ്, 211 മെമ്പേഴ്സാണ് ആ ഒരു ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം ഒരു മീറ്റിംഗ് നടന്ന് ഒരു ടെമ്പററി ആയിട്ട് ഒരു പ്രസിഡൻറ്റിനെ വേണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആര് പ്രസിഡൻ്റ് ആകുന്നു, ടെമ്പററി പ്രസിഡൻറ്റ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടെമ്പററി താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡൻ്റ് ആയത് ആരാണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഏതാണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യത്തെ ടെമ്പററി പ്രസിഡൻറ്റ് ഓഫ് അസംബ്ലി. ഓക്കെ, അതിനുശേഷം എന്തു ചെയ്യുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യുന്നു. അതിനുശേഷം 2 വൈസ് പ്രസിഡൻറ്റുമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്, പേര് ഓർത്ത് വെച്ചിരിക്കുക. ഒന്ന് HC മുഖർജിയും ഒന്ന് VT കൃഷ്ണമാചാരിയും. ഇവർ 2 പേരായിരുന്നു വൈസ് പ്രസിഡൻസ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് എത്ര വൈസ് പ്രസിഡൻസ് ഉണ്ടായിരുന്നു, 2 വൈസ് പ്രസിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. മീറ്റിംഗ് നടക്കുന്നു, ആദ്യത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, അതിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല. മൊത്തത്തിൽ 211 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സച്ചിദാനന്ദ സിൻഹയെ ടെമ്പററി പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നു. വൈസ് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തവരുടെ പേര് ഓർത്ത് വെച്ചിരിക്കുക. ഒന്ന് HC മുഖർജിയും ഒന്ന് VT കൃഷ്ണമാചാരിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കത്തില്ല. ഇതിനകത്ത് കുറച്ച് അവർ പറഞ്ഞ ഒബ്ജക്റ്റീവ് റിസൊല്യൂഷനകത്തുള്ള പോയിൻറ്റ്സ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ചോദിക്കാൻ വഴിയില്ല. പക്ഷേ എന്ത് ചോദിക്കും, പ്രിയാമ്പിൾ, നമ്മളുടെ ആമുഖം എന്തിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ഈ ഒരു നമ്മളുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ആശയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് ഈ ഒരു 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ആ ഒരു അസംബ്ലിയിൽ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വായിച്ചു. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം അതിൽ വായിച്ചിരുന്ന കാര്യങ്ങളാണ് ഇനി നമുക്കൊരു 8 പോയിൻറ്റ്സ് വായിക്കാനുണ്ട്. അത് നമ്മൾ സാധാരണ സെൻറ്റൻസ് വായിക്കുന്ന കണക്കല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തല്ല, അവർ വായിച്ച കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു ഐഡിയ, ആ സെൻറ്റൻസിൽ നിന്ന് ഉണ്ടായ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനകത്തൊന്നും അധികം ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ജവഹർലാൽ നെഹ്റു എന്നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അസംബ്ലിയിൽ വായിച്ചത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് 1946 ഡിസംബർ 13 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അതിനകത്ത് ആദ്യത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടന അസംബ്ലി ഇന്ത്യയെ ഒരു സ്വാതന്ത്ര്യ പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കാനും അവളുടെ ഭാവി ഭരണഘടനയ്ക്ക് രൂപം നൽകാനും ഉറച്ചതും ഗൗരവമേറിയതുമായ ഒരു തീരുമാനമായി പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ ആ ഒരു പോയിന്റിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളത് കേൾക്കുക. രണ്ടാമത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഇപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന പ്രദേശങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയായി രൂപീകരിക്കാൻ തയ്യാറുള്ള സംസ്ഥാനങ്ങളും മറ്റ് പ്രദേശങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു യൂണിയനായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അതായിരുന്നു രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വായിച്ചപ്പോൾ ഉള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പോയിന്റാണ്, ജസ്റ്റ് കേട്ടിരിക്കുക. ഓക്കെ, പ്രസ്തുത പ്രദേശങ്ങളിൽ നിലവിലുള്ള അതിരുകളുമായോ അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലിയും അതിനുശേഷം ഭരണഘടനാ നിയമപ്രകാരം നിർണയിച്ചേക്കാവുന്ന മറ്റുള്ളവയുമായോ യൂണിയനുകളിൽ നിക്ഷിപ്തമായതോ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടതോ അല്ലെങ്കിൽ യൂണിയനിൽ അന്തർലീനമായി സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഫലവത്തായ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴികെ അവശിഷ്ട അധികാരങ്ങളോടൊപ്പം സ്വയംഭരണ യൂണിറ്റുകളുടെ പദവി കൈവശം വയ്ക്കുകയും നിലനിർത്തുകയും വേണം അതിൽ നിന്നെന്നാണ് എന്ത് പറയുന്നത്, ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇത് അധികം കേട്ടിരുന്നാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താ അതിനകത്ത് ഉൾക്കൊണ്ടിരുന്നതെന്ന്. ഓക്കെ, നാലാമത് എന്താ പറഞ്ഞത്? പരമാധികാര സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും അതിൻ്റെ ഘടകഭാഗങ്ങളും സർക്കാരിൻ്റെ അവയവങ്ങളും ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്നാണ് അതിനകത്ത് അടുത്തത് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് അതിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യും. അവസരങ്ങളുടെ തുല്യത, നിയമത്തിന് മുന്നിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്വാസം, ആരാധന, തൊഴിൽ, സഹവാസം, നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി പ്രവർത്തിക്കുക, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കും. ഓക്കെ, ആറാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾ, പിന്നാക്ക ആദിവാസി മേഖലകൾ, വിഷാദ രോഗികൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകണം എന്നാണ് ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നത്. ഏഴാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? അതിലൂടെ റിപ്പബ്ലിക്കിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ സമഗ്രതയും നീതിയും പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നിയമവും അനുസരിച്ച് കരയിലും കടലിലും വായുവിലുമുള്ള പരമാധികാര അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും. ലാസ്റ്റ് പറഞ്ഞിരുന്നത് എന്താണ്? പുരാതന ഭൂമി ലോകത്ത് അതിൻ്റെ ശരിയായതും ആദരണീയമായ സ്ഥാനം നേടുകയും ലോകസമാധാനത്തിൻ്റെയും മനുഷ്യരാശിയുടെ ക്ഷേമത്തിൻ്റെയും ഉന്നമനത്തിനുമായി അതിൻ്റെ പൂർണ്ണവും സന്നദ്ധവുമായ സംഭാവന നൽകുകയും ചെയ്യുന്നു എന്നാണ് ആ ഒരു ലാസ്റ്റ് പോയിന്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, നമ്മുടെ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്തുണ്ടായിരുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ലാസ്റ്റ് പറഞ്ഞത്? ദിസ് റെസൊല്യൂഷൻ വാസ് അനാനിമസ്ലി അഡോപ്റ്റഡ് ബൈ ദ അസംബ്ലി. ഇതെന്താണ്? മൊത്തത്തിൽ ആ ഒരു അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ബൈ ദ അസംബ്ലി ഓൺ 1947 ജാനുവരി 22, ജാനുവരി 22. അതായത് 1947 ജാനുവരി 22 മൊത്തത്തിൽ ഇത് അഡോപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ആ ഒരു ഇതിൻ്റെ ഈ ഒരു മോഡിഫൈഡ് വെർഷനാണ് പ്രിയാമ്പിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ സ്റ്റേജസും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ഐഡിയാസൊക്കെ എടുത്തതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നിട്ടാണ് ഐഡിയാസൊക്കെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്ന് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐഡിയാസൊക്കെ എടുത്തത്, ഡേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സെക്ഷനാണ് എന്താണ്? ചേഞ്ചസ് ബൈ ദ ഇൻഡിപെൻഡൻസ് ആക്ട്.
ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചപ്പോഴത്തേക്കുണ്ടായി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആ ചേഞ്ചസ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പ്രിൻസിലി സ്റ്റേറ്റ്സിലുള്ളവർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോഴത്തേക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, പതിയെ ഇതിനകത്തോട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഏപ്രിൽ 28, 1947 ആയപ്പോഴത്തേക്കും 6 സ്റ്റേറ്റ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് അസംബ്ലിയിൽ പങ്കെടുത്തു. ഓക്കെ, ഈ ഒരു മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്തായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ വിഭജിക്കാനുള്ള ആ ഒരു പ്ലാനാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്നത്. സോ ആ ഒരു മൗണ്ട് ബാറ്റൺ പ്ലാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ഒരു മൗണ്ട് ബാറ്റൺ പ്ലാൻ വന്നത് June 3, 1947 സോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ കൺട്രിയുടെ പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലോ ആണ്. ആ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് മിക്ക പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങുന്നു. ദ മെമ്പേഴ്സ് ഓഫ് ദ മുസ്ലിം ലീഗ് ഫ്രം ദ ഇന്ത്യൻ ഡൊമിനിയൻ ഓൾസോ എൻറ്റേർഡ് ദ അസംബ്ലി. എന്താണ്, ഇന്ത്യൻ ഡൊമിനിയനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് മെമ്പേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിന്നല്ലോ. ഇനിയാണ് എന്തൊക്കെ മാറ്റങ്ങൾ, 3 കാര്യങ്ങളാണ് ആ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നിന്ന് ഇവർ മാറ്റം വരുത്തിയത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മാറ്റം വരുത്താൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ, the assembly was made a fully sovereign body which could frame any constitution it pleased. എന്താണ് ആ ഒരു അസംബ്ലി എന്ന് പറയുന്നത്? മൊത്തത്തിലുള്ള ഒരു പരമാധികാരം നേടിയെടുക്കുകയും എന്താണ് അതിന് വേണ്ടുന്ന ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാനുള്ള ആ ഒരു അധികാരം അവർക്ക് ലഭിക്കുകയും ചെയ്യണം എന്നുള്ള ആ ഒരു മെത്തേഡ് വരുന്നു. ദ ആക്ട് എംപവേർഡ് ദ അസംബ്ലി ടു അബ്രോഗേറ്റ് ഓർ ഓൾട്ടർ എനി ലോ മെയ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇൻ റിലേഷൻ ടു ഇന്ത്യ. എന്താണ്, മുമ്പ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടാക്കിയ ഏത് ലോയേനെയും ഏത് നിയമത്തിനെയും എന്താ ചെയ്യുക, മാറ്റാനും കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള അവകാശമാർഗം കിട്ടുന്നു ഈ ഒരു അസംബ്ലിക്ക് വേണം എന്നുള്ള ആ ഒരു ചേഞ്ച് ഈ ഒരു സമയത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, രണ്ടാമത് കൊണ്ടുവന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയും കൂടെ ആകുന്നു. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ആയിരുന്നു ഈ ഒരു അസംബ്ലി, ഇനി എന്താകുന്നു, ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയും കൂടെ ആകുന്നു. ഓക്കെ, അത് ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 2 ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നു. ഒന്നെന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫ്രീ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു രാജ്യത്ത് ഓരോ ഓർഡിനറി ലോസ് എല്ലാം കൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഓക്കെ, ആ 2 കർത്തവ്യങ്ങളും ആര് ഏറ്റെടുക്കുന്നു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഏറ്റെടുക്കുന്നു. ഓക്കെ, അങ്ങനെ ദീസ് 2 ടാസ്ക് വെയർ ടു ബി പെർഫോംഡ് ഓൺ സെപ്പറേറ്റ് ഡേയ്സ്. ഈ 2 ടാസ്കും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഡേയ്സിലായിരിക്കും അത് ടാസ്ക് നടത്തേണ്ടത്. അങ്ങനെ അസംബ്ലി എന്താകുന്നു, ഫസ്റ്റ് പാർലമെൻറ്റ് ഓഫ് ഫ്രീ ഇന്ത്യ, നമ്മുടെ ഫ്രീ ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെൻറ്റ് ആവുകയാണ് ഈ ഒരു അസംബ്ലി എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഇനി എപ്പോഴാണോ ആ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവൻ്റ് ബോഡി, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മീറ്റിംഗ് വല്ലതും കൂടുന്നത്, അപ്പോൾ അവിടുത്തെ അധ്യക്ഷൻ ആരായിരിക്കും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും. ഓക്കെ, ഇനി എപ്പോഴാണോ അത് ലെജിസ്ലേറ്റീവ് ബോഡി കൂടുന്നത്, അപ്പോൾ അവിടുത്തെ അധ്യക്ഷൻ ആരായിരിക്കും, ചെയർഡ് ബൈ GV മാവലൻകർ ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്താണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ബോഡിയായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുമ്പം അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും, എന്താണ് ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട് കൂടുമ്പം അതിൻ്റെ അധ്യക്ഷൻ ആരാണ്, GV മാവലങ്കറുമാണ്. ഓക്കെ, അങ്ങനെ ഈ 2 ഫങ്ഷൻസും നവംബർ 26, 1949 വരെ കണ്ടിന്യൂ ചെയ്ത് വന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി തീരുന്നിടം വരെ ഇത്തരത്തിലായിരുന്നു അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ നടത്തിയിരുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചേഞ്ച്. ഇനി മൂന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ദ മുസ്ലിം ലീഗ് മെമ്പേഴ്സ് വിഡ്രൂ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ ഇന്ത്യ. എന്ത് ചെയ്യുന്നു, ഈ മുസ്ലിം ലീഗ് മെമ്പേഴ്സ് നേരത്തെ വന്നല്ലോ, അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്നും പിന്മാറുന്നു. ഓക്കെ, അങ്ങനെ
389 എന്ന് പറയുന്ന ആ ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറഞ്ഞിരുന്ന ആ ഒരു മെമ്പറിൻ്റെ കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്നും മെമ്പേഴ്സിൻ്റെ കൗണ്ട് എന്തിലോട്ട് മാറുന്നു? 299 മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു മെയിൻ കൗണ്ട് ഓർത്ത് വെച്ചിരിക്കുക. അതിനുശേഷം എന്താണ് ഈ ഒരു മുസ്ലിം ലീഗ് മാറിയതിന് ശേഷമുള്ള കൗണ്ടും ഓർത്തിരിക്കുക. ഇതും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 389 ആയിരുന്നു, അതെന്താകുന്നു? 299. 289 അല്ല, 299 ആകുന്നു. ഓക്കെ, അതായത് ഇന്ത്യൻ പ്രൊവിൻസസ്, അതായത് മുമ്പ് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്നത് ഇപ്പം ഇന്ത്യ ഫ്രീ ആയല്ലോ, ഇന്ത്യൻ പ്രൊവിൻസസ് ആയല്ലേ. ആ ഇന്ത്യൻ പ്രൊവിൻസസിൽ 296 പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ അത് എത്ര പേരായി? 229 പേരായിട്ട് കുറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 93 പേരായിരുന്നു എന്ന് പറഞ്ഞ് അവരിപ്പം കുറേ പേര് മാറിയപ്പോഴത്തേക്ക് എത്രയായി? 70 മെമ്പേഴ്സായിട്ട് മാറുന്നു. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് മാറ്റം സംഭവിക്കുന്നത്. എവിടെ? ഈ ഒരു ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ നിന്ന് 1947 ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് എത്തിയപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ. ഓക്കെ, ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ 2 കാര്യങ്ങളല്ലാതെ, അതായത് ലോസ് ഉണ്ടാക്കുക അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളല്ലാതെ അവർ വേറെ കുറേ കാര്യങ്ങൾ അവർ അഡീഷണൽ ആയിട്ട് ഫങ്ഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇൻ അഡീഷൻ ടു ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇനാക്ടിംഗ് ഓഫ് ഓർഡിനറി ലോസ്, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൾസോ പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്ന് നോക്കുക. ഇത് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ച് ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്? ഇറ്റ് റാറ്റിഫൈഡ് ദ ഇന്ത്യാസ് മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത് ഇൻ മെയ് 1949. കോമൺവെൽത്തിൽ ഇന്ത്യയുടെ അംഗത്വം എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഓക്കെ, അത് ഇവിടെ നമ്മളിത് പഠിക്കുമ്പം ഡേറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാണ് അംഗീകരിച്ചത്? മെയ് 1949 അംഗീകരിക്കുന്നത്. അതുപോലെ ഇതെന്ത് ചെയ്യുന്നു? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുന്നു. എന്നാണ്? ഡേറ്റ് ഓർത്തിരിക്കുക, 1947 ജൂലൈ 22 എന്ത്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ ഫ്ലാഗ് 22. ഓക്കെ, 1947 ഏത് മാത്രമേ ഉള്ളൂ? നാഷണൽ ഫ്ലാഗ് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുക. നാഷണൽ ആന്തം വരുന്നത് 1950 നാഷണൽ സോങ് വരുന്നതും 1950. ഓക്കെ, മാറിപ്പോകരുത്. ഇത് നമ്മൾ കുറച്ച് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും, അത് കുഴപ്പമില്ല. നമുക്ക് റിവിഷനും കൂടെ ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ റിവിഷനും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലപോലെ അത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു റിവിഷനായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന, ഈ ഒരു സെക്ഷൻസിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു റിവിഷൻ ക്ലാസ് വരുന്നത്. സോ ആരും പേടിക്കേണ്ട, ഇത് പാടാമെന്നും കരുതി ഇരിക്കേണ്ട. ഈ ഒരു ക്ലാസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾ ബുക്ക് വായിക്കുക, ഇത് ക്ലാസ് കാണുക, അതിനുശേഷം റിവിഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് എക്സാംസിന് ചോദിച്ചാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, മനസ്സ് മൊത്തം ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ എന്താണ്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ജൂലൈ 22, 1947 അതിനുശേഷം എന്താണ്? ജാനുവരി 24, 1950 എന്ത് ചെയ്യുന്നു? നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു? 1950 ആ ഒരു ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്യുന്നു. ഈ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും സെയിം ഡേറ്റ് ആണ്, ജാനുവരി 24. 26 ആവുന്നതിന് 2 ദിവസം മുമ്പ്. ഓക്കെ, നാഷണൽ ഫ്ലാഗോ 1947 ഓഗസ്റ്റിന് മുമ്പായിട്ടാണ്, ജൂലൈ 22 അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും ആലോചിച്ച് വെച്ചിരിക്കുക. അതിനുശേഷം ഈ ഒരു ഡേറ്റിൽ തന്നെ 1950 ജാനുവരി 24 തന്നെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇൻ ഓൾ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാഡ് 11 സെക്ഷൻ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാകുന്നത് വരെ എത്രയുണ്ട്? ഒരു 11 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വരെ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എത്ര സെക്ഷൻസ് കണ്ടക്ട് ചെയ്തു? 11 സെക്ഷൻസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. 11 സെഷൻസ്, 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് 11 സെഷൻസ് നടത്തിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ഫോം ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്.
Okay, the constitution makers had gone through the constitutions or about 60 countries. 60 രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇത് ചെയ്തു, അതെല്ലാം പഠിച്ചു. ആൻഡ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കൺസിഡേർഡ് ഫോർ 114 days. ഒരു 114 ദിവസത്തേക്ക് ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഈ മൊത്തത്തിൽ ഒരു 64 ലക്ഷം രൂപ വരെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബാക്കി കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ ജാനുവരി 24 1950 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവരുടെ അവസാനത്തെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പ്. It, however, did not end and continued as the Provisional Parliament of India from January 26, 1950. എന്താണ് അത് തന്നെയാണ് 1950 ജാനുവരി 26 തൊട്ട് ഒരു പ്രൊവിഷണൽ പാർലമെൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ടിൽ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ പാർലമെൻറ്റ്. ഓക്കെ, 1951-52 എലക്ഷൻ, ഫസ്റ്റ് ജനറൽ എലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെൻറ്റായിട്ടും എന്താണ് പ്രാക്ടീസ് ചെയ്തത്, കണ്ടിന്യൂ ചെയ്തത് ആരാണ്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വർക്കിംഗ് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നിയത് ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരിക്കും. കാര്യമില്ല, അത് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബാക്കി കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. മേജർ കമ്മിറ്റീസ് എന്നും മൈനർ കമ്മിറ്റീസ് എന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്മിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സോ അതും അതിൻ്റെ ചെയർമാൻ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും, സാരമില്ല. അത് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് ആരൊക്കെയാണെന്നുള്ള എഴുതി വെച്ചിരിക്കുക. 2-3 വട്ടം വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, റിവിഷനിൽ അത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടുന്ന ടിപ്സും കാര്യങ്ങളുമൊക്കെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരുപാട് നമ്പർ ഓഫ് കമ്മിറ്റീസ് ടു ഡീൽ വിത്ത് ദ ഡിഫറെൻറ്റ് ടാസ്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കിയിരുന്നു. അതിൽ 8 മേജർ കമ്മിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് മൈനർ കമ്മിറ്റീസും ഉണ്ട്. ഓക്കെ, ആ കമ്മിറ്റീസിൻ്റെ ചെയർമാൻ്റെ കാര്യങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് മേജർ കമ്മിറ്റീസാണ്. ഓക്കെ, മനസ്സ് ക്ലിയർ ആയിട്ടിരിക്കുക, ഇതിൽ ശ്രദ്ധിക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ചെയർമാൻ. ഓക്കെ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ ഒരു കമ്മിറ്റിയും കൊണ്ടുണ്ട്, ദാണ്ടേ ഇവിടെ വരുന്നു, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഓക്കെ, സ്റ്റേറ്റ് കമ്മിറ്റി ഓർക്കാലോ. ഈ 3 കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നും കൂടെ പറയാം, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, യൂണിയൻ പവേഴ്സ്, ഈ പേര് വരുന്നതിനകത്ത് മാത്രമേ ഉള്ളൂ. യൂണിയൻ പവറും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി. ഇതിൻ്റെ 3ൻ്റെയും ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. പഠിച്ചല്ലോ. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇതെന്തായിരുന്നു? യൂണിയൻ ആയിരുന്നു. ഇവിടെ ഏതാണ്? പ്രവിശ്യയാണ് അല്ലേ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ മറ്റൊരു കമ്മിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ചുമതലയും അയാൾക്കുണ്ട്. ഏതാണ്? അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇതിൻ്റെ ആ ഒരു ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഈ കമ്മിറ്റീസിനെ വീണ്ടും 5 തിരിച്ചിട്ടുണ്ട്, അത് നമുക്ക് അവിടെ വരുമ്പം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊവിൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 3 പഠിച്ചല്ലോ, അല്ല 4 പഠിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടെ പഠിച്ചു അല്ലേ. അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനും, അതുപോലെ തന്നെ ഇതിൽ വലിയ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സും മൈനോറിറ്റീസും ട്രൈബലും എക്സ്ക്ലൂഡഡ് ഏരിയാസ് വരുന്നതിൻ്റെതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി എല്ലാവർക്കും അറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ, എക്സ്ക്ലൂഡഡ് ഏരിയാസിനെ 5 സെക്ഷൻസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ മാത്രം സബ് കമ്മിറ്റിയാണ്. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ മെയിൻ കമ്മിറ്റിയാണ്, അത് നോക്കേണ്ടത് സർദാർ പട്ടേലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സർദാർ വല്ലഭായ് പട്ടേൽ
ഡീറ്റെയിൽ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. സോ അവരെന്ത് ചെയ്തു, ഓരോന്നിനെയും 5 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോന്നിനും സബ് കമ്മിറ്റി ആക്കി. ഓക്കെ, അതാണ് ആദ്യത്തേതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ആരാണ്? JB കൃപലാനിയാണ്. ആരാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സബ് കമ്മിറ്റി ചെയർമാൻ? ആരാണ്? JB കൃപലാനി. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ മൈനോറിറ്റീസിൻ്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജി. മുഖർജി നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, വൈസ് പ്രസിഡൻ്റായ വ്യക്തിയിൽ ഒരാളാണ് ആര്? HC മുഖർജി. അപ്പം മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജി. ഇനി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഗോപിനാഥ് ബർദോളിയായിരുന്നു. ഇതെല്ലാം പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു വട്ടം ഒന്ന് എഴുതി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിൻ്റെ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഗോപിനാഥ് ബർദോളിയാണ്. ഇനി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിൻ്റെ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? AV തക്കാറാണ്. ആരാണ്? AV തക്കാറാണ്. എന്തിൻ്റെത്? എക്സ്ക്ലൂഡഡ് ഏരിയാസിൻ്റെ അല്ലെങ്കിൽ പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിൻ്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? AV തക്കാറാണ്. ഇനി എന്താണ്? നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഉണ്ട്. നമ്മളിത് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെ ട്രൈബൽ ഏരിയാസ് ആയിരുന്നു. ഇതെന്താണ്? നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെ ട്രൈബൽ ഏരിയാസിൻ്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അതിന് പ്രത്യേകിച്ച് ചെയർമാനൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അത് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ആറാമത്തെ മേജർ കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റേറ്റ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു, ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ദ സ്റ്റിയറിംഗ് കമ്മിറ്റി. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടേതും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ഒറ്റൊരാളായിരുന്നു. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. ഏതെങ്കിലും കുറച്ച് കമ്മിറ്റീസ് നിങ്ങളുടെ മനസ്സിൽ കാണും, കുഴപ്പമില്ല, നമ്മൾ അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി മൈനർ കമ്മിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ്? ആദ്യത്തെ കമ്മിറ്റിയുടെ പേരാണ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി B പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതൊക്കെ വായിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്ന് വിചാരിക്കും. നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ ഒരു കഥ പോലെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് ഓരോരുത്തരുടെയും പേര് പഠിക്കാം. ഓക്കെ, കമ്മിറ്റീസ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആരാണ്? GV മാവലങ്കറാണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് S വരദ ആചാര്യാണ്. ഓക്കെ, അദ്ദേഹം ആരല്ല? ഒരു അസംബ്ലി മെമ്പർ അല്ല. ഇനി കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ഉണ്ട് B പട്ടാഭി സീതാരാമയ്യ. അത് അടുത്ത എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ. അവരും ആരല്ല? അസംബ്ലി മെമ്പർ അല്ല. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ഉണ്ട് SK ദാർ. അദ്ദേഹവും ആരല്ല? അസംബ്ലി മെമ്പർ അല്ല. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റുവിനാണ് അതിൻ്റെ ചാർജ്. പ്രസ് ഗാലറി കമ്മിറ്റിയുടെ തുഷാർനാഥ് സെന്നിൻ്റെ ആണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാര്യയുടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഇപ്പം എൻ്റെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എക്സാം ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ടാവും. സോ നിങ്ങളിത് ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? എക്സാമിന് നല്ല മാർക്ക് അറ്റൻഡ് ചെയ്യണം അല്ലേ. സോ നല്ലതുപോലെ പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലോട്ട് പോകാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എമംഗ് ഓൾ ദ കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി വാസ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണ്? August 29, 1947 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത എന്നാണ്? August 29, 1947. ഓക്കെ, ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കമ്മിറ്റീസിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന ആ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു ഫംഗ്ഷൻ. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. N ഗോപാലസ്വാമി അയ്യങ്കാറുണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുണ്ട്. ഡോക്ടർ KM മുൻഷി ഉണ്ട്. സെയ്ദ് മുഹമ്മദ് സാദുല്ലയുണ്ട്. N മാധവറാവു ഉണ്ട്. ഓക്കെ, അദ്ദേഹം എപ്പോഴാണ്? ഹി റീപ്ലേസ് BL മിറ്റർ. ഇതും ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പഠിക്കണം. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആരാണ് BL മിറ്റർ
റിസൈൻ ചെയ്തപ്പോഴത്തേക്കും എന്താ അധികാരത്തിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? എൻ മാധവ റാവു ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടി കൃഷ്ണമാചാരി ഉണ്ട്. അദ്ദേഹം എന്താണ് ഈ DP ഖൈതാൻ മരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പകരം വന്ന വ്യക്തിയാണ് ടി കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ്? ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ പ്രപ്പോസൽസ് ഓഫ് ദ വേരിയസ് കമ്മിറ്റി പ്രിപ്പയർഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ഫെബ്രുവരി 1948 എന്നാ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കയറിയതിന് ശേഷം ആദ്യത്തെ ആ ഒരു കമ്മിറ്റി ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രസൻറ്റ് ചെയ്ത് എന്നാണ് പബ്ലിഷ് ചെയ്തതെന്നാണ്? ഫെബ്രുവരി 1948. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വെയർ ഗിവൺ 8 months ടു ഡിസ്കസ് ദ ഡ്രാഫ്റ്റ്. അവിടെയും ക്വസ്റ്റ്യൻ വരാം, എത്ര മാസമാണ് ആ ഒരു ഡ്രാഫ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്? 8 മാസമാണ് കൊടുത്തതെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഇൻ ദ ലൈറ്റ് ഓഫ് ദ പബ്ലിക് കമൻസ്, criticism and suggestions, the drafting committee prepared a second draft. അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് 8 മാസം അത് കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് കുറേ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? രണ്ടാമതൊരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്തിട്ട് എന്നാണ് പബ്ലിഷ് ചെയ്തത്? അതും ഓർത്തിരിക്കുക, എന്നാണ്? ഒക്ടോബർ 1948 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടുക്ക് ലെസ് ദാൻ 6 months ടു പ്രിപ്പയർ ഇറ്റ്സ് ഡ്രാഫ്റ്റ്. എന്താണ്? 6 മാസത്തിൽ കുറച്ച് ആ ഒരു 6 മാസത്തേക്കാളും കുറവ് ടൈം എടുത്തിട്ടാണ് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് പ്രിപ്പയർ ചെയ്തത്. ഇൻ ഓൾ ഇറ്റ്സ് ഓൺലി ഫോർ 141 days. പക്ഷേ അത് എത്ര മാസം ഉണ്ടായിരുന്നു? 141 days മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇനാക്ട്മെൻറ്റ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്യുന്നു? നവംബർ 4, 1948 ആ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആ ഒരു അസംബ്ലിയിൽ വായിക്കുന്നു. അതാണ് ഫസ്റ്റ് റീഡിംഗ്. എന്നാണ് നടന്നത്? നവംബർ 4, 1948 നടക്കുന്നത്. അസംബ്ലി ഒരു 5 ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫൈനൽ ഡിസ്കഷൻ നടക്കുന്നു. എന്ന് വരെയാണ്? നവംബർ 9 വരെ ആ ഒരു ഡിസ്കഷൻ, ആ ഒരു വായിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതിനുശേഷം ക്ലോസ് ടു ക്ലോസ് കൺസിഡറേഷൻ, ഓരോ ക്ലോസിൽ നിന്ന് മറ്റൊരു ക്ലോസ് വരെ ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് ആ ഒരു സെക്കൻഡ് റീഡിങ് നടത്തുന്നു. എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? നവംബർ 15, 1948 സ്റ്റാർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 17, 1949 അവസാനിക്കുന്നു. ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പം, പൊളിറ്റി പഠിക്കുമ്പം ഡേറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത്, അതായത് സെക്കൻഡ് റീഡിങ് നടക്കുന്ന ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് ഒരു 7653 ഭേദഗതികൾ വേണമെന്ന് പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അതിൽ 2473 ഭേദഗതികൾ മാത്രമാണ് അവരുടെ അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാമത്തെ ഒരു റീഡിങ് വീണ്ടും നടക്കുന്നു ആ ഒരു ഡ്രാഫ്റ്റിൻ്റെ. എന്നാണ് തേർഡ് റീഡിങ് നടക്കുന്നത്? നവംബർ 14 1949. അങ്ങനെ അവസാനം ആ മൂന്നാമത്തെ റീഡിങ്ങിന് ശേഷം ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സെറ്റിൽഡ് ബൈ ദ അസംബ്ലി ബി പാസ്ഡ്. അല്ലേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റ് ചെയ്ത ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് പാസ് ചെയ്യുന്നു എന്ന് ആര് പറയുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ പാസ് ചെയ്യുന്നു എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു. ഓക്കെ, ദ മോഷൻ ഓൺ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിക്ലെയർഡ് ആസ് പാസ്ഡ് ഓൺ. എന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത്? നവംബർ 26, 1949 അംഗീകരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അംഗീകരിച്ചതിന് ശേഷം ആ ഒരു അവിടെ ഉണ്ടായിരുന്ന അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഒപ്പ് വാങ്ങുന്നു. ഓക്കെ, ഒപ്പ് വാങ്ങിച്ചു. 299 മെമ്പേഴ്സ് ഉണ്ടായിരുന്നതിൽ അതിൽ അന്ന് പ്രസൻ്റ് ആയിരുന്നത് 284 മെമ്പേഴ്സ് മാത്രമായിരുന്നു. സോ അവരത്രയും പേര് എന്ത് ചെയ്യുന്നു? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പിടുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പിട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284 പേരാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പിടുന്നത് ആ ഒരു ദിവസം. ഓക്കെ, ഈ ഒരു ഡേറ്റ് ആണ്, അതായത് നവംബർ 26, 1949 എന്നുള്ള ആ ഒരു ഡേറ്റാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ, അതായത് ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നിലവിൽ വരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞു എന്നാണ്? നവംബർ 26, 1949 അഡോപ്റ്റ് ചെയ്യുന്നത്. അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയാണ്?
395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു ആമുഖവും ഉണ്ടായിരുന്നു. ഈ ഒരു ആമുഖം വരുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് എന്ത് വരുന്നത്, ഈ ആമുഖം പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ ഡോക്ടർ BR അംബേദ്കർ ആ ഒരു സമയത്ത് ആരായിരുന്നു, ലോ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പൈലറ്റഡ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ അസംബ്ലിയിൽ ആ ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം സെറ്റാക്കുന്നു. ഹി ടുക്ക് എ വെരി പ്രൊമിനൻറ്റ് പാർട്ട് ഇൻ ദ ഡെലിബറേഷൻ ഓഫ് ദ അസംബ്ലി. എന്താണ്, അദ്ദേഹം ആ ഒരു അസംബ്ലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളായിരുന്നു വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെന്നാണ് പറയുന്നത്, ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ദിസ് ബ്രില്യൻറ്റ് റൈറ്റർ, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട്, അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ചീഫ് ആർക്കിടെക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ദ മോഡേൺ മനു. സോ ഡോക്ടർ BR അംബേദ്കർ ആണ് ആരെന്നറിയപ്പെടുന്നത്, ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അതുപോലെ ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്ന ആ ഒരു വ്യക്തിയെ അറിയപ്പെടുന്ന പേരെന്താണ്, മോഡേൺ മനു എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നേരത്തെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ, പറയുമ്പോൾ എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങളത് പഠിക്കുക. ഇത് വെറുതെ വായിച്ച് വിടരുത്. ഇത് ഇപ്പം ഈ ഒരു KS എക്സാമിന് മാത്രമല്ല, ഇനി വരുന്ന പ്രിലിമിനറി 10th 12th ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് എല്ലാം ഉറപ്പായിട്ട് ഇതിനകത്ത് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, സോ നല്ലതുപോലെ പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ നല്ലതുപോലെ പഠിച്ചാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് ഏകദേശം ഒരുവിധ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇനി എന്താണ് ബാക്കിയുള്ള ടോപ്പിക്സ്, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് മൊഡ്യൂൾ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷൻസ് നോക്കുക. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് കാണാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.